ഗായ്സ്, വെൽക്കം ബാക്ക് ടു സകുടുംബ വ്ളോഗ്സ്. സകുടുംബ വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം അച്ഛൻ എരുമേലിയിൽ നിന്ന് വന്നപ്പം കുറച്ച് ബീഫ് കൊടുത്തു വിട്ടു. ഇന്ന് പെരുന്നാളായതുകൊണ്ട് അവർക്കവിടെ വീട്ടിലുണ്ടായിരുന്ന ബീഫാണ്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് ഇവർക്ക് കൊടുത്തു വിടുന്ന അച്ഛന് കൊടുത്തു വിട്ടു. അപ്പോൾ അത് അച്ഛനോടെ കൊണ്ടുവന്നു. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുവാണ്. ഇന്ന് ഒലത്താൻ പോവാണ് അല്ലേ അമ്മ? ബീഫ് ഒലർത്താൻ പോവാണ്. ബീഫ് ഉലർത്തിയതാണെന്ന് വൈകിട്ട് നമുക്ക്. അപ്പം എങ്ങനെയാണ് ബീഫ് ഉലർത്തുന്നതെന്ന് നോക്കിയാലോ. ബീഫൊക്കെ ഞാൻ അരിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാം അരിഞ്ഞ് പെറുക്കിയെടുത്ത് വേവിച്ചതേ കുക്കറിനകത്തിരിക്കുവാണേ. എന്നാക്കിയിട്ടാ വേവിച്ചേ? ഇച്ചിരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മാത്രമേ ഇട്ടുള്ളൂ. ശകല മസാലപ്പൊടി ഇട്ടു. അതിട്ട് വേവിച്ച് വെച്ചേക്കുവാണ്. പിന്നെ ഉപ്പ് കിട്ടും. അതായത് നമ്മൾ വേവിക്കുന്നത് നമ്മൾ കറി വെക്കുന്ന എല്ലാവർക്കും അത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഉപ്പ് ഇത്ര ഇട്ടാണ് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്നത്. നമ്മൾ വെക്കുന്ന പോലെ അല്ലായിരിക്കും മറ്റുള്ളവർ വെക്കുന്നത്. നമ്മൾ വെക്കുന്ന സ്റ്റൈലിലേ നമ്മൾ കാണിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇത് വെക്കാൻ എല്ലാവരും അടിപൊളി വെക്കുന്നവരായിരിക്കും കൂടുതലും പേരും. ഇതുപോലെ രീതിയിൽ നമ്മൾ വെക്കും എന്തായാലും. ഇന്നിപ്പോൾ എന്തായാലും ഞങ്ങൾ അത് കിട്ടി. അതിലും വെക്കാൻ വെളിച്ചെണ്ണ വെച്ചു. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഞാൻ കടുക് ഇടുവാണ്. കടുക് പൊട്ടുന്നുണ്ട്. ശക്കലം തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കുറച്ചേ ഉള്ളായിരുന്നു. ആ ഉള്ള തേങ്ങാക്കൊത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതങ്ങോട്ട് ഇടാം. അതൊന്ന് മൂക്കട്ടല്ലേ, ചെറിയ കളർ വരുമ്പോൾ ബാക്കി ഇടാം. പിന്നെ നമ്മൾ കൊച്ചുള്ളിയാണ് എടുത്തേക്കുന്നത്. ഇത്രയും കൊച്ചുള്ളി എടുത്തു വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ബീഫ് എടുത്ത് ഞങ്ങൾ വൈകിട്ടത്തേന് മാത്രം വെച്ചിട്ട് ഒന്ന് ഉലർത്തിയെടുക്കാമെന്ന് വിചാരിച്ചു. ബാക്കി നാളെ കറി വെച്ചിട്ട് ചക്കയും കൂടെ വേവിച്ച് ചക്കയും ബീഫും ആക്കാമെന്ന് വിചാരിച്ചാണ് ഇന്നിപ്പോൾ ഞങ്ങൾ ഇത് വെച്ചത്. അപ്പോൾ തേങ്ങയ്ക്ക് ഒരു ശകലം കളറൊന്ന് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ഈ കൊച്ചുള്ളി ഇടാവേ. കൊച്ചുള്ളിയാണ് ഞങ്ങൾ എടുത്തത്. ബീഫിന് കൊച്ചുള്ളിയാണ് നല്ലത്. ടേസ്റ്റ് കൊച്ചുള്ളിയാണ്. സവോള ചേർത്താലും ടേസ്റ്റാണ്. നമുക്ക് സവോള വയ്ക്കാം. അതെ, ഉലർത്തുന്നതിന് എപ്പോഴും നല്ലത് കൊച്ചുള്ളിയാണല്ലോ. കൊച്ചുള്ളി ഒന്ന് വാടി വരട്ടെ. വേണ്ടേ അച്ഛനും കേശുവും. അച്ഛന് പിന്നെ കേശുവിന് പിന്നെ അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആരും വേണ്ടല്ലോ. അച്ഛാ വേണ്ട അച്ഛാ, ബീഫ് അമ്മ വേവിച്ചെല്ലാം വേണ്ട എടുത്ത് കുറച്ച് മാറ്റി വെച്ചു. വന്ന് നോക്കിക്കേ. ഇപ്പൊ ഇത് വേവിച്ചിട്ട് വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് നാളെ കറി വെക്കാം. ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക്. ലാവി പാർന്ന ചിക്കൻ കണ്ടോ എന്ത് സെറ്റായിട്ട് വേണം. സോറി, ബീഫ്. ചിക്കൻ എന്നുള്ള ചിന്ത മാത്രമേ എനിക്കുള്ള കൈതൊന്നും തോന്നില്ല. എന്നാടി പുന്നാരി, പുന്നാരിയെ നീ കുറക്കൊന്നും ഇല്ലടി പുന്നാരി. അപ്പാപ്പ ഉണ്ടാക്കുവോ? അമ്മമ്മ തിന്നണ്ടേ? അമ്മമ്മ ഉണ്ടാക്കിയിട്ട് ചരാവടി. ഇനി പോയി കിടന്ന് ഉറങ്ങണി. അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ചെറുക്കന് വേറെ ആരെയും വേണ്ട. അച്ഛൻ വന്നിട്ട് ഇത് ഡ്രസ്സ് പോലും മാറിയില്ല. അച്ഛൻ അതിന് സമയം കൊടുത്തില്ല. അച്ഛനെ അവനൊന്ന് താഴോട്ട് ഇറങ്ങി നിന്നിട്ട് വേണ്ടേ അച്ഛന് ഡ്രസ്സ് മാറാനായിട്ട്. നമ്മുടെ ഉള്ളിലിരിക്കുവാണേ. അവന് പാത്രത്തിൽ കൊടുക്കാനെന്ന് അവൻ പറയുവാ. അയ്യോ പാത്രത്തിൽ വേണോ? അമ്പൊരു കുഞ്ഞാനേ, അമ്പാട്ടിയാണേ. അതവിടെ ഇരുന്നോട്ടെ. എൻ്റെ ഉള്ളി നല്ലപോലെ തന്നെ വഴന്ന് സെറ്റായി വരുവാണ്. അതിലോട്ട് 3 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. പച്ചമുളക് കിട്ടും. എരിവ് ഒത്തിരി വേണ്ടല്ലോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതും വെച്ചൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അതെല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. മൂത്ത് വന്നിട്ട് നമുക്ക് ബാക്കി ഉണ്ടാക്കാം. ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് കുറച്ചൊരു കറി വെക്കുക, പെട്ടെന്ന് എടുക്കുക, അത്രേ ഉള്ളൂ കാര്യമേ. അല്ലാതെ ഇങ്ങനെ ആ സാധനം മേടിച്ചിട്ട് വന്നു അതെടുത്തു അങ്ങനെ എടുത്തു അങ്ങനെ വഴിയൊന്നുമില്ല. ഇപ്പം അച്ഛനിത് കൊണ്ടുവന്ന് വന്നേരം തന്നെ എടുത്തു. കുറച്ച് കറി വെക്കാൻ വേണ്ടി, കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എടുത്തു. വൈകിട്ട് തന്നെ ചോറിന് പകരം ഞങ്ങൾ അവിടുന്ന് ഒരു അച്ഛനെ കൊണ്ട് ഞാൻ 4-5 പൊറോട്ട മേടിപ്പിച്ചിട്ടുണ്ട്. ചോറ് കുറച്ച് ഇരിപ്പുണ്ട്. എങ്കിൽ അതും കൂടി ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. പിള്ളേർ കഴിച്ചോട്ടെ വൈകിട്ട്. അതിനതുണ്ട്. ഇനി അതിനുകൂടി ഇതും കൂടെ വെന്ത് കഴിയുമ്പോൾ അവർ കഴിക്കും. കേട്ടില്ലേ? കടന്നു കേശുവിൻ്റെ ഒച്ച കേട്ടില്ലേ? കേശുവിന് ഉറക്കമൊന്നുമില്ല. കേശുവിന് ഇതാ പരിപാടി. പിന്നെ ഇത്ര നേരം ഇച്ചിരി താമസിച്ച് അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞില്ല ചക്ക ഇന്ന് രാവിലെ ഇട്ടെന്ന് പറഞ്ഞില്ല. ചക്ക ഇട്ടു
രണ്ടെണ്ണം നെടുമുടി കൊണ്ട് കൊടുത്തു, ഒരെണ്ണം ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ മുറിച്ച് എല്ലാം അടത്തി പെറുക്കി ഫ്രിഡ്ജിൽ വെച്ചേക്കാം. നാളെ അത് വേവിച്ച് ചിക്കൻ കറി ബീഫ് കറി ചക്ക വേവിച്ചും കൂടെ നാളെ കാണിക്കാം. കരിവേപ്പില ഇടുന്നത് കേശുവാണ്. അതെ, നമുക്ക് കരിയാപ്പലയും കൂടെ അതിനകത്തിടാം. കേശുവും അപ്പൂപ്പനും കൂടെ ഇവിടെ കിടന്ന് മത്സരമാണ്. ആര് കരിയാപ്പല ഇടും, ആര് ചെയ്യും എന്നുള്ള മത്സരത്തിലാണ്. ഇനിയും കരിയാപ്പലൊന്നുമില്ല. അവരപ്പൂപ്പനും മോനും കൂടെ ഉള്ള ബഹളമാണ് ഇവിടെ. എനിക്ക് ബഹളം വെച്ചൊന്നും നിൽക്കാൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ സമയം ഇത്ര ആയില്ല, ഇന്ന് ഒത്തിരി താമസിച്ചു. അമ്മേ അമ്മേ ഇല്ല, ഭയങ്കര ബഹളം ഇവിടെ. അയ്യോ എന്നെ കൊന്നേ. കണ്ടോ ശരിക്കും അച്ഛൻ അസലായിട്ട് വെക്കും. പക്ഷെ അച്ഛൻ ഇപ്പൊ വന്നതല്ലേ ഉള്ളു, അപ്പൊ നമ്മള് അച്ഛനെ ബുദ്ധിമുട്ടിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഇരുന്നത്. അതെ, ഇല്ല ഫ്രിഡ്ജ് വെക്കണം. ഇതൊക്കെ സന്തോഷാണ് ഞാനോട് തമ്മിൽ വഴക്ക് കുടിക്കുന്ന മെയിൻ പ്രശ്നം. ഞാൻ പാത്ത് കൊടുക്കുന്നതിന് കൊടുക്കാനുണ്ടോ? നമുക്ക് അതിനകത്ത് ശകലം എടുത്താൽ നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാശ് ഇപ്പം തരും. അതിനൊരു ശകലം എടുത്ത് ഇല്ല, നിങ്ങൾ എനിക്ക് തിരിച്ചു തരണം. തരുമോ? ബെറ്റ്. എന്നാ പിന്നെ അങ്ങനത്തെ പറയല്ലേ. എന്നാണേലും ഉടുക്കുന്ന തുണിയെ വിശ്വാസമില്ലാത്തൊരു മനുഷ്യനാ, പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛൻ പറയുന്നത് അച്ഛൻ കൊണ്ടുവന്ന ബീഫ് മുഴുവൻ അമ്മ വേവിച്ചിട്ടില്ല, അമ്മ അതെടുത്ത് ഫ്രിഡ്ജിൽ ബാക്കി വെച്ചിട്ടുണ്ട് പിന്നെ എടുക്കാനെന്ന്. അമ്മ മൊത്തം എടുത്ത് വേവിച്ചു, അതിൽ നിന്ന് കുറച്ചെടുത്ത് ഇപ്പം വേണ്ട കുറച്ചെടുത്ത് വെച്ചേക്കുവാണ്. ഇപ്പം നമുക്ക് പിന്നെ ഇതാക്കാൻ വേണ്ടിയിട്ട്, ഉലർത്താൻ വേണ്ടിയിട്ട്. ബാക്കി നാളെ കറിയും വെക്കും. പക്ഷെ അച്ഛൻ അതിലൊരു ട്രസ്റ്റ് ഇല്ല. അച്ഛൻ പോയി ഫ്രിഡ്ജൊക്കെ തുറന്നു നോക്കി. അവിടെ ഞാൻ വെറ്റ് വെച്ചു. അതെ, അച്ഛൻ വീണ് പോത്തേ. ഓ എങ്ങനെ ആവശ്യത്തിന് ഉപ്പോടെ ചേർത്ത് വേണം വഴട്ടാനായിട്ട്. ബീഫിന് ഇപ്പോൾ ഉപ്പുള്ളത് കൊണ്ട് ഞങ്ങൾ അധികം ഉപ്പ് ഇതിനകത്ത് ചേർത്തില്ല, അതുകൊണ്ട് കാണിക്കാഞ്ഞത് കേട്ടോ. ഇതിനകത്തോട്ട് മസാലപ്പൊടി ചേർക്കാവേ. എന്നാ മസാലയാ? ബീഫ് മസാല, മീറ്റ് മസാല. മീറ്റ് മസാല ചേർത്തു, ഒരു 1.5 സ്പൂൺ ചേർക്കാം. കാരണം ഓൾറെഡി ചേർത്തിട്ടാണ്. മസാലപ്പൊടി നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇട്ട് നിറം വയ്ക്കാനായിട്ട്. പിന്നെ മല്ലിപ്പൊടി, ഇച്ചിരി മല്ലിപ്പൊടി ഇട്ട്. എല്ലാവരും പറയും മീറ്റ് മസാല ഇട്ടാൽ പിന്നെ ഇത് ചേർക്കണം, പക്ഷേ അതൊക്കെ ഇച്ചിരി ചേർക്കണം, എന്നാലേ ഒരു ഇച്ചിരി കിട്ടത്തുള്ളൂ. ടേസ്റ്റ്. കുരുമുളക് പൊടിയും കൂടെ ചേർക്കണം. കുരുമുളക് പൊടി ആവശ്യത്തിന് പിന്നെ ചേർക്കാം. ഇച്ചിരി ഉപ്പ് ഇടാം, വഴട്ടെ. എല്ലാം കൂടെ ഒന്ന് മണം, അതായത് പച്ചമണം ഒന്ന് മാറി കിട്ടണം അതിൻ്റെ. നമുക്കിതിനകത്ത് ഇട്ടൊന്ന് വഴറ്റാം. നമ്മൾ വെക്കുന്നത് എല്ലാം മറ്റും എല്ലാവരും ഒരുപോലത്തെ വെപ്പായിരിക്കത്തില്ലല്ലോ. അതെ, ഇതിൻ്റെ എല്ലാം ഒന്നേ പച്ചമണം ഒന്ന് മാറട്ടെ, ഇത് മാറട്ടെ. ഇതിൻ്റെയൊക്കെ നമ്മളിതിനകത്ത് ഇട്ടേക്കുന്ന പൊടിയായിട്ടതിനൊക്കെ ആ എണ്ണയ്ക്കകത്ത് കിടന്നതെല്ലാം ഒന്ന് മണമൊന്നും നമ്മൾ ഏത് സാധനമാണെങ്കിലും ഏത് മീൻ കറി വെച്ചാലും എണ്ണ വെച്ചാലും ഞാൻ നല്ലോണം അത് എണ്ണയ്ക്കകത്തൊരു മൂപ്പിച്ചതിന് ശേഷം ആ കറിക്കൊക്കെ പ്രത്യേക വേറൊരു ടേസ്റ്റ് കിട്ടും. നമുക്കിതിനകത്തോട്ട് ആ ബീഫ് എടുത്തിടാം. ബീഫ് കണ്ടോ, ബീഫിലിടാൻ പോകണേ. നിങ്ങളുടെ ബീഫിന്റെ അളവനുസരിച്ച് മറ്റെല്ലാരികളുടെ അളവ് നിങ്ങൾ കൂട്ടിക്കോണം. അതെ, നമുക്കിത് എല്ലാം കൈ അളവാണ്. അതെ, അല്ലാതെ എനിക്ക് സ്പൂണിനകത്ത് ഇടാനായിട്ടുള്ള ഒരു ഇതായിട്ടില്ല. അമ്മയ്ക്ക് അങ്ങനെ പറയാൻ അറിയത്തില്ല. പറയാനായിട്ട് നമ്മൾ ഒരു സ്പൂണ് 2 സ്പൂൺ അങ്ങനെ പറഞ്ഞു. ഞാൻ എങ്ങനെ കൈ കൊണ്ട് എടുത്തിടുന്ന ആ രീതി എനിക്കറിയത്തുള്ളൂ. ഒട്ടുമിക്ക വീട്ടമ്മമാരും അങ്ങനെയാണല്ലോ. ഇതെല്ലാം കൂടെ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ടത് നല്ലപോലെ ഒന്ന് സെറ്റ് ആവട്ടെ, എന്നിട്ട് കാണിക്കാം. ഇത് നമ്മളിങ്ങനെ എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് പൊത്തി വെച്ചേക്കുവാണെങ്കിൽ നമുക്കിത് അടച്ച് വെച്ച് അതൊന്ന് ആവി കയറ്റി സെറ്റാക്കി എടുക്കാം. അങ്ങനെ അതെല്ലാം ഒന്ന് ചേർത്ത് എല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് അത് അടച്ച് വെച്ചിട്ട് നമുക്കത് ഫ്രൈ ആകുമ്പോൾ വീണ്ടും ഞാൻ ഇട്ട് കാണിക്കാം. അടച്ച് വെച്ചു. ഇനി ഇത് ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം. അപ്പം നമുക്കിതൊന്ന് സെറ്റാക്കിയിട്ട് കാണിക്കാം.
നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രാവശ്യം ഇളക്കി കൊടുത്തു. പിന്നെ എപ്പോഴും ഇളക്കി കൊടുക്കുന്ന കാണിക്കണ്ടല്ലോ, അതെല്ലാം ഇളക്കി കൊടുക്കുന്നില്ലേ. നമുക്ക് നോക്കാം. നിറമൊക്കെ മാറുന്നില്ല. ഇവിടെ ആണെങ്കിൽ ഒത്തിരി കറുത്തിരിക്കുന്ന ഇഷ്ടമല്ല. പക്ഷെ നോക്കി നല്ല റെഡി ആയിട്ടുണ്ടല്ലോ. നോക്കി അതെ, ഇത്ര നിറം മതി. ഇതാ വേണ്ട ഫ്രൈ. ഇന്ന് എടുത്തിട്ട് വെട്ടത്തോട് കാണിക്കും. ഹായ് 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 ഹായ്. കണ്ടോ കാണോ? നീ ഇവിടെ നിന്നെ കണ്ടോ? ആ അതേണ്ട അതേണ്ട. കണ്ടോ കണ്ടോ കണ്ടോ. ഹായ് ഹായ്. ഇതാണ് ഞങ്ങളെ ബീഫ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. യെസ്, ഉലർത്തിയെടുത്തു ഗൈസ്. കണ്ടോ? ഇതുപോലെ ഞാൻ ടേസ്റ്റ് വയ്ക്കുമോ? അനന്തൂനും അവിയൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടെ കട്ടിക്കാം. അത് റെഡിയാക്കി. ഞാനും പോയപ്പോൾ ഉണ്ടാക്കിയായിരുന്നു. ഇതിപ്പോൾ ഇത്രയും അധികം നന്ദു പറഞ്ഞു. അവനും ഒത്തിരി അങ്ങ് ഇതായി പോകണ്ട അമ്മയെന്ന് പറഞ്ഞു. അതെ, അപ്പോൾ ടേസ്റ്റ് നോക്കാം. അമ്മ ടേസ്റ്റ് നോക്കൂ. ടേസ്റ്റ് നോക്കി അമ്മ നോക്കിയാൽ മതി. അമ്മ നോക്കി ചൂടാ. എനിക്ക് ഞാൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ നോക്കിയാൽ എനിക്കത് തൃപ്തിയാക്കി. അമ്മ ബാക്കിയല്ല ഇവിടെ അമ്മയില്ല നോക്കും മറ്റുള്ള കറികളെ. ഗൈസ്, ഞാനാണ് ഇന്നത്തെ ടേസ്റ്റ്. ദേവുവിനെയും കൊണ്ട് ടേസ്റ്റ് നോക്കിക്കുന്നത്. ചൂടാ ഗൈസ്, ചൂടാ. ഊതിത്താമ്പോ എല്ലാം ഉണ്ടോ? ഒരു എല്ലാ സാധനവും ഉണ്ടല്ലോ. അതുപോലെ അതുപോലെ ഞാൻ ഇത് മാത്രം ചൂടും ബീഫൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട് ഗൈസ്. നല്ല കുക്ക്ഡായിട്ട് നല്ല അങ്ങനെ നമ്മുടെ ബീഫ് റെഡി ആയിട്ടുണ്ട്. അടിപൊളി. എരിവും നിങ്ങൾക്കും ഒക്കെ കഴിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ബീഫ് വേണോ എല്ലാവർക്കും? അതുകൊണ്ട് എല്ലാവരും ഒഴിവായോ ബീഫ് കഴിക്കുക. അതെ, അടിപൊളിയാണ്. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കും നിങ്ങൾക്കും ഇഷ്ടപ്പെടും. അപ്പം ബീഫ് വേണ്ടവർ വേണ്ടിയവർ പൊറോട്ടയും ബീഫും കഴിക്കാം. ഒഴിവായോ പൊറോട്ടയും ബീഫും കഴിക്കാം.